ഒരു പരാതി പെട്ടി അവിടെ വെച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയിരിക്കുന്ന ആരെ കുറിച്ചാണെന്ന് പറയാം. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. നമുക്ക് ഇത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല. ബാക്കി എല്ലാവർക്കും മസ്താനിയെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. ഏറ്റവും കൂടുതൽ പരാതി പെട്ടിയിൽ വന്നിരിക്കുന്ന കംപ്ലൈന്റ് ആണ്. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. മസ്താനി മലയാളം അല്ലാതെ ഇംഗ്ലീഷിലൊക്കെ ചില വാക്കുകൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താ ഡബിൾ ഡാഡി സിൻഡ്രോം. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. കേൾക്കൂ. പിന്നെന്താ പീനട്ടോ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്താണെന്ന് കേട്ടോ. അതിനുള്ള ശിക്ഷ ഞാൻ തരാം. നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവരി നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ വലിയ നാവാണ്. എന്താ കഴിച്ച ഭക്ഷണം, അതായത് വെസൽ ടീം ആയിരിക്കും കഴിച്ച ആ പ്ലേറ്റ് കഴുകി വെക്കാനില്ല. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. റെനന്റെ ഫാമിലിയിൽ ഒരാളെ ആരാന്ന് ഞാൻ പറയുന്നില്ല, റെനന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. റോക്കറ്റിന്റെ മലയാളം റോക്കറ്റ് തന്നെ പറഞ്ഞിട്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഇപ്പോ റെനയുടെ ഫാമിലിയുടെ കാര്യം എടുത്തിട്ടു, ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടു. അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. മസ്താനി എന്താണ് ഇതൊക്കെ? നമ്മൾ വന്ന ഒരു എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതാണോ? അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഊരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടൊന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. നേരത്തെ അപ്പാനിയെ പറ്റി പറഞ്ഞ ഒരാളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. പിന്നെ കൈവിരലുകൾ കൊണ്ട് ഓരോന്ന് കാണിക്കുക, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇതെല്ലാം കാണുന്നതാണ്. ഒന്നുമില്ലല്ലോ, നിങ്ങളെക്കാളും കുറെ ഓണം ഉണ്ട് ഒരാളല്ലേ ഞാൻ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. അതെങ്ങനെയാ? നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മൾ പുറത്ത് ഉള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് കുറെ പ്രാവശ്യം ബിഗ് ബോസ് എത്ര പ്രാവശ്യം പറഞ്ഞു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നമ്മൾ ഒരു ചെറിയൊരു പണിഷ്മെന്റ് ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോവാണ്. അടുത്ത 2 ആഴ്ചയിൽ നിങ്ങൾ എവിക്ഷനിൽ വരും. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല. അത് കേൾക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബിഗ് ബോസ് പറയുന്നവരെ നിങ്ങൾക്ക് കിട്ടില്ല. ആ പെട്ടി ഞങ്ങൾ എടുക്കുകയാണ്.